നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. ചില സ്ഥലങ്ങൾക്ക് പല പല സീസണിൽ അതിൻ്റേതായ ഭംഗിയുണ്ടാവും അല്ലേ? പലപ്പോഴും നമ്മൾ ഒരിക്കൽ പോയ സ്ഥലങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നതിനുള്ള കാരണം അത് തന്നെയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? 2 കൺട്രീസിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ നമ്മുടെ വിൻ്റർ സീസൺ തുടങ്ങിയെങ്കിലും ഞങ്ങളിത് പോയത് ഫോളിലാണ് കേട്ടോ. ഈ ഫോളിൽ പോയാലും വിൻ്ററിൽ പോയാലും സമ്മറിലാണെങ്കിലും സ്പ്രിങ്ങിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സ്ഥലത്തിന് അതിൻ്റേതായ ഭംഗിയുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാലേ നമ്മുടെ സൗത്ത് വെസ്റ്റേൺ ഒൻറ്റാരിയോയിലെ മനോഹരമായിട്ടുള്ള ടൗണായ ബ്ലൂ മൗണ്ടനെ പറ്റിയിട്ടാണ്. ബ്ലൂ മൗണ്ടൻ എന്ന് പറയുന്നത് മിക്കവാറും ഇവിടെ ഒൻറ്റാരിയോയിലുള്ളവരൊക്കെ എല്ലാ സീസണിലും വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണല്ലേ. ഒരുപാട് അഡ്വഞ്ചറും ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു ടൗൺ തന്നെയാണ്. ശരിക്കും ഈ ബ്ലൂ മൗണ്ടൻ എന്നുള്ള പേര് ഞാൻ ആദ്യം കേൾക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്തത് നമ്മുടെ നീലഗിരിയാണ്. നമ്മുടെ ഊട്ടിയിലൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു ബ്ലൂ മൗണ്ടൻ അല്ലെങ്കിൽ നീലഗിരി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവിടെ ബ്ലൂ മൗണ്ടൻ എന്ന് പറയാറില്ല. എന്നാലും ഈ ഒരു സമ്മർ സീസണിലൊക്കെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സ്പ്രിങ്ങിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിയർ സ്കൈ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ ഈ മനോഹരമായിട്ടുള്ള മൗണ്ടൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു നീല പുതപ്പിനടിയിലായിരിക്കും, അതായത് ഒരു ഹേസിനകത്തായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ബ്ലൂ മൗണ്ടൻ എന്നുള്ളൊരു പേര് കിട്ടിയതെന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. എന്തായാലും ഭയങ്കര രസമായിട്ടുള്ള ആർക്കിടെക്ചറും കുറേ നല്ല ബിൽഡിങ്ങും നല്ല സ്ട്രീറ്റും അത് ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ വിസിറ്റേഴ്സിനായിട്ട് ഒരുക്കിയിട്ടുണ്ടല്ലേ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളൊരു ഏരിയ തന്നെയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത് അവിടുത്തെ ഈ ചെറിയ കുഞ്ഞു ഷോപ്പുകളാണ്. ബുട്ടീക്കായിട്ടും ചെറിയ ഷോപ്പിംഗ് ആയിട്ടും റെസ്റ്റോറൻറ്റ്സ് ആയിട്ടും അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഏരിയ ആയിട്ടും ബോട്ടിങ്ങിനൊക്കെ ആയിട്ടൊക്കെ പിന്നെ ഒരുപാട് റിസോർട്ടൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു ബ്ലൂ മൗണ്ടനിൽ നമുക്കറിയാൻ പറ്റും. പിന്നെ ഉള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് നമുക്ക് എല്ലാവർക്കും വന്നൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളല്ലേ. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സ്പ്രിങ്ങും അല്ലെങ്കിൽ ഫോൾസ് ടൈമിലൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇത്രയും പൂക്കളും മരങ്ങളും ഒക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അതിനിപ്പോൾ വിൻ്റർ ടൈമിലാണെങ്കിൽ പോകുന്നത് ഇതിപ്പോൾ നമുക്കിനിയിപ്പോൾ ഓപ്പണാണ് അവിടെ ബ്ലൂ മൗണ്ടനിലുള്ള ആക്ടിവിറ്റീസും ഒക്കെ. പക്ഷേ ഈ ഒരു സ്ട്രീറ്റിലൂടെയുള്ള നടത്തം ഉണ്ടല്ലോ, അത് മറ്റൊരു ഫീല് തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു വിൻ്റർ ടൈമിലാണ് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്രിസ്മസ് ന്യൂ ഇയർ വൈബൊക്കെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു ടൗൺ തന്നെയാണല്ലേ. ഫുൾ ലൈറ്റ്സും ഡെക്കറേഷൻസും ക്രിസ്മസ് മൂഡും പ്രത്യേകിച്ചും നമ്മൾ ഈ സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഇരുവശത്ത് നിന്നും ഒരുപാട് പാർട്ടിയുടെയൊക്കെ നല്ല മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ ചില സിനിമകളിലൊക്കെ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ ക്രിസ്മസ് ഫിലിംസിലൊക്കെ കാണുന്നത് പോലെ തന്നെ ആ ഒരു അതേ വൈബിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ ഒരു ബ്ലൂ മൗണ്ടൻ എന്ന് പറയുന്നത്. ഈ സ്ട്രീറ്റിലൂടെ കുറച്ചധികം നമുക്ക് നടക്കാറുണ്ട്. ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് ലെഫ്റ്റും റൈറ്റും ഒക്കെ കുറേ വഴികളുണ്ട്. നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു 2 hours 3 hours നടന്ന് തീർക്കാൻ പറ്റുന്ന ഇത്രയും സ്ഥലങ്ങളെ ഞാൻ പോയിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ കുറേയൊക്കെ വഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ശരിക്കും കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് നല്ല ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണല്ലേ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ സീസണിലും ഓരോരോ ടൈപ്പ് ആക്ടിവിറ്റീസാണ് ഇവിടെ നമുക്കായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ആ ഒരു റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് നമ്മളൊരു സ്നോ ടൈമിൽ അല്ലെങ്കിൽ വിൻ്റർ ടൈമിൽ നോക്കുകയാണെങ്കിൽ സ്നോ ബോർഡിംഗ് ആയിട്ടും സ്നോ ഷോയിങ് ആയിട്ടും ക്രോസ് കൺട്രി സ്കീയിങ് ആയിട്ടും സ്കേറ്റിംഗ് ആയിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ സമ്മറിലോ ഫോളിലോ സ്പ്രിങ്ങിലോ വരുവാണെങ്കിൽ ഹൈക്കിങ്ങും റിഡ്ജ് റണ്ണർ മൗണ്ടൻ കോസ്റ്ററായിട്ടുമുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരുപാട് നല്ല ആക്ടിവിറ്റീസ് ഉണ്ട്. ഈവൻ നമ്മുടെ കുട്ടികൾക്ക് വരെ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന സ്കേറ്റിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ ഫുൾ ഓൺ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വരുവാണെങ്കിൽ അടിപൊളി ഒരു സംഭവമാണ് ഈ ഒരു ബ്ലൂ മൗണ്ടൻ.
ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ബ്ലൂ മൗണ്ടൻ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു കാര്യമാണ് ഇതേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓപ്പൺ എയർ ഗൊണ്ടോള ടോപ്പ്. ഇവിടെ ശരിക്കും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ശരിക്കും ഇവിടെ വന്നാൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു ഗൊണ്ടോള എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു 360 ഡിഗ്രി വ്യൂ ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചതും ഓപ്പൺ എയറിലാണ് നമ്മൾ ഈ ഒരു ഗൊണ്ടോളയിൽ പോകുന്നത്. ഈ താഴ്ന്ന മുകളിലോട്ട് നമ്മൾ ഈ ഒരു ഗൊണ്ടോളയിൽ പോകുമ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റോളം എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കുറേ സീനറീസ് 360 ഡിഗ്രിയിൽ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ കാണാം. ഇനി ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുള്ള വ്യൂ ആണ് അതിമനോഹരമായിട്ടുള്ളത്. ശരിക്കും നമ്മുടെ ഈ ഒരു മൗണ്ടൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതും, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഫോൾ ടൈമിൽ ഒക്കെ പോകുമ്പോൾ പല കളറിലുള്ള ട്രീ ഒക്കെ ഉള്ളപ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണ്. ഞങ്ങൾ കുറച്ച് സന്ധ്യയായ സമയത്താണ് പോയത്. പക്ഷേ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കുറച്ചും കൂടെ നേരത്തെ പോവുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് അവിടെ അടിപൊളിയായിട്ട് നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ടാവും. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ബ്ലൂ മൗണ്ടനിലോട്ട് വരുന്ന വഴിക്കുള്ള ലേക്കൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഗൊണ്ടോള കയറി മുകളിലെത്തിയിട്ട് നമ്മൾ ആ ഒരു ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ഉണ്ടല്ലോ, അത് വേറൊരു ഫീല് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു അടിപൊളി സംഭവം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഫോൾ ടൈമിലാണ് ഈ ഒരു ബ്ലൂ മൗണ്ടൻ ട്രിപ്പ് പോയത്. അപ്പോൾ ഈ ഒരു ഓപ്പൺ എയർ ഗൊണ്ടോള ശരിക്കും നമ്മുടെ ഫോൾ ടൈം വരെ ഉള്ളൂ. ഈ ഒരു വിൻ്റർ ടൈമിൽ കൂടുതൽ നമ്മൾ സ്കീയിങ്ങും അവിടുത്തെ വിൻ്റർ ആക്ടിവിറ്റീസും ഒക്കെ ആണല്ലോ. അപ്പോൾ അത് ഓപ്പൺ ആവുന്നത് വരെ മാത്രമേ അവിടെ ഗൊണ്ടോള ഓപ്പൺ ആവുള്ളൂ. അതും ഓരോ ദിവസത്തെ വെതർ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഓപ്പൺ എയർ ഗൊണ്ടോള ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത സമ്മറിലോ അല്ലെങ്കിൽ ഫോളിലോ ഒക്കെയാണ് നിങ്ങൾ ബ്ലൂ മൗണ്ടൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗൊണ്ടോള ട്രിപ്പ് എന്ന് പറയുന്നത് ശരിക്കും മസ്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കാം ഇപ്പോഴേ. അപ്പോൾ ഈ ഒരു വിൻ്റർ ടൈമിൽ എവിടെ പോകണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നവർക്കായിട്ടുള്ള ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ ഒരു ബ്ലൂ മൗണ്ടൻ എന്ന് പറയുന്നത് അല്ലേ. കുറേ പേരിങ്ങനെ പോകണം പക്ഷേ അവിടെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളതെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്കായിട്ട് പറയുകയാണ്. ഒരുപാട് വിൻ്റർ ആക്ടിവിറ്റീസ് ഡിസംബർ 2nd വീക്ക് തൊട്ട് തന്നെ അല്ലെങ്കിൽ ഒരു 1st വീക്ക് തൊട്ട് തന്നെ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ സ്നോ ട്യൂബിങ്ങും സ്നോ ഷോയിങ്ങും ഐസ് ഹോക്കിയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നല്ല ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. മിക്കവാറും ഈ ആക്ടിവിറ്റീസ് എല്ലാം രാവിലെ 10 മണി തൊട്ട് 6 PM വരെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കി ഒന്ന് വെബ്സൈറ്റൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ടും. ആൻഡ് ഓരോ ദിവസത്തെയും വെതറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഓരോ സീസണിലും ഓരോ ഭംഗിയാണ് ബ്ലൂ മൗണ്ടനിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. ചില ആൾക്കാരൊക്കെ അവിടെ കോട്ടേജൊക്കെ എടുത്തിട്ട് 2-3 ദിവസങ്ങളൊക്കെ ആക്ടിവിറ്റീസും ഒക്കെ അടിപൊളിയാക്കിയിട്ട് അവർ തിരിച്ചു പോകും. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലൂ മൗണ്ടനിൽ ഞങ്ങൾ പോയ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. അപ്പോൾ ടാറ്റാ ബൈ ബൈ. അതെ, ഒരു കാര്യം മറന്നു, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സീ യു സൂൺ.